ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നാളത്തെ ചെമ്പനീർ പൂവിൻ്റെ സൂപ്പർ ഹിറ്റ് പ്രേമവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയെയും കൊണ്ട് നേരെ ഡോക്ടറിൻ്റെ അടുത്ത് വന്നിരിക്കുക. അപ്പോൾ ഡോക്ടർ ഒന്ന് പരിശോധിച്ചതിന് ശേഷം പറയാണ്, എനിക്ക് കുറച്ച് ടെസ്റ്റുകളൊക്കെ കിട്ടാനുണ്ട്, ആ ടെസ്റ്റുകൾക്ക് വേണ്ടി എഴുതാം. ശരി ഡോക്ടറെ, ഡോക്ടർ എന്ത് വേണമെങ്കിലും എഴുതിക്കോ, പിന്നെ സ്കാനിങ്ങും മറ്റും കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ചന്ദ്രയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടർ എന്ത് ടെസ്റ്റ് പറഞ്ഞാലും ഞങ്ങളത് ചെയ്തിരിക്കും, ഞങ്ങളുടെ കുഞ്ഞാണല്ലോ ഡോക്ടറെ ഞങ്ങൾക്ക് വലുത്. ഇത് കേട്ട ശ്രുതി ആകെ ഞെട്ടിപ്പോവാണ്. അപ്പോൾ ശ്രുതി മനസ്സിന്തിക്കുകയാണ്, ദൈവമേ, സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പ്രസവിച്ച സ്ത്രീയാണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും, ഞാൻ ഗർഭിണിയല്ല എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഞാൻ ആദ്യം പ്രസവിച്ച സ്ത്രീയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നെ വീട്ടിൽ നിന്നല്ല, ഈ ലോകത്തു നിന്ന് തന്നെ പറഞ്ഞു വിടും ഇവർ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു സൂത്രം ഒപ്പിച്ചേ മതിയാവുള്ളൂ, ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം എന്ന് ശ്രുതി ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുക. ഡോക്ടറാണെങ്കിൽ ഓരോ ടെസ്റ്റിനും ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഇവളുടെ കള്ളത്തരം പൊളിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഒറ്റ നിൽപ്പാണ് നമ്മുടെ ചന്ദ്ര. അങ്ങനെ ശരി ഡോക്ടറെ, എല്ലാ കാര്യങ്ങളും എഴുതിയല്ലോ അല്ലേ? എഴുതിയിട്ടുണ്ട്. എന്നിട്ട് റിസൾട്ട് കിട്ടുമ്പോഴേ നിങ്ങൾ എൻ്റെ അടുത്തോട്ട് ആ റിസൾട്ടും കൊണ്ട് വാ, അതിനുശേഷം ബാക്കി എന്തൊക്കെ വേണമെന്ന് ഞാൻ നിങ്ങളോട് പറയാം. ശരി ഡോക്ടറെ, ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നേരെ പുറത്തേക്ക് ഇറങ്ങുക. ഈ സമയം തന്നെ നമ്മുടെ സച്ചിയാണെങ്കിൽ കാത്തിരിപ്പാ. സച്ചിയോട് സച്ചിയുടെ അമ്മ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ, മോനെ നീ അതേപോലെ ചെയ്യണം, ഇതേപോലെ ചെയ്യണം, എന്താ വേണ്ടതെന്ന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അങ്ങനെയും പറഞ്ഞുകൊണ്ടാണല്ലോ സച്ചിയെയും കൂട്ടിക്കൊണ്ട് ആ ഹോസ്പിറ്റലിലേക്ക് വന്നത്. പക്ഷേ ശ്രുതിക്ക് മാത്രം ഒരെത്തും പിടിയും കിട്ടുന്നില്ല. എങ്ങനെ ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. ഇങ്ങനെ ഗർഭിണിയാണെന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്ക് നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയി തൊട്ടിലിട്ട് താലാട്ടമെന്നാണ് ഇവള് വിചാരിച്ചിരുന്നത്. പക്ഷെ അതൊന്നും നടന്നില്ല. നമ്മുടെ ചന്ദ്ര നേരെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിലേക്കാണല്ലോ. അങ്ങനെ ഇവർ നേരെ പുറത്തേക്ക് ഇറങ്ങി വരിക. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ഇപ്പോഴും അത് ചിന്തിച്ചുകൊണ്ടിരിക്കുക, എങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെ. അപ്പോൾ സച്ചി വരികയാണ്. എന്തായി, ഡോക്ടറെ കണ്ടോ, ഡോക്ടർ പരിശോധിച്ചോ, ഡോക്ടർ എന്ത് പറഞ്ഞു എന്ന് സച്ചി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി പറയാണ്, എടാ ഡോക്ടറൊന്നും പറഞ്ഞിട്ടില്ല, കുറേ ടെസ്റ്റുകൾക്കെല്ലാം എഴുതി തന്നിട്ടുണ്ട്, ആ ടെസ്റ്റുകളെല്ലാം നടത്തിയിട്ട് ഡോക്ടറെ കാണാനായിട്ട് പോകണം. അപ്പോൾ ഡോക്ടർ വിശദമായിട്ട് പറയും, നമുക്ക് ടെസ്റ്റുകളെല്ലാം നടത്താം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയാണ്, ആദ്യം നമുക്ക് സ്കാനിങ് തന്നെ നടത്തിയാലോ. ഇത് കേട്ട ശ്രുതി ഞെട്ടിപ്പോവാണ്. ശ്രുതിക്ക് പിന്നീട് അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ സച്ചി ഇങ്ങനെ അമ്മയെ നോക്കുന്നുണ്ട്. അപ്പം അമ്മയാണെങ്കിൽ കണ്ണിറുക്കി കാണിച്ചും കൊടുക്കുകയാണ്. കാരണം അവൾ പറയുന്ന മുഴുവനും കള്ളത്തരമാണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ ചന്ദ്ര പറയുകയാണ്, വാ നമുക്ക് സ്കാനിങ് ചെയ്യാൻ പോകാം, സ്കാനിങ് സെൻറ്ററിലേക്ക് പോകാം, ഓടി വാ എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതി എന്തോ ഫോണിൽ നോക്കുന്നത് പോലെ നോക്കുകയാണ്. അപ്പോൾ ചന്ദ്രയും ശ്രുതിയും അവിടെ നിന്ന് പറയുന്നുണ്ട്, നീ എന്താ നോക്കുന്നത്, സ്കാൻ ചെയ്യണ്ടേ, പെട്ടെന്ന് വാ, സ്കാൻ ചെയ്തില്ലെങ്കിൽ പണി പാളും, എത്രയും പെട്ടെന്ന് സ്കാൻ ചെയ്യണം, ഡോക്ടർ പോകുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ, എന്നിട്ട് അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ചെയ്ത് നിന്നെ നോക്കാനുള്ളതാണ് ഞങ്ങൾക്ക് എന്നിങ്ങനെ പറയാണ്. അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ശ്രുതിയാണെങ്കിൽ, അയ്യോ ദൈവമേ, എന്താ ഇത്, ഞാൻ എന്തായി കാണുന്നത്, അയ്യോ എനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ശ്രുതി ഓടി വന്നിട്ട്, എന്താ ശ്രുതി, എന്താ പറ്റിയത്, ദേ ശ്രുതി ഇത് കണ്ടോ ശ്രുതി, ഞാനിതെങ്ങനെ സഹിക്കും, എൻ്റെ ദൈവമേ, എനിക്കിത് സഹിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. സഹിക്കാൻ പോലും പറ്റുന്നില്ലെന്നോ. അപ്പോൾ ചന്ദ്രയും വരികയാണ്, എന്താ കാര്യം, അയ്യോ ആൻറ്റി എനിക്കിപ്പോൾ തന്നെ പോകണം ആൻറ്റി, എനിക്ക് കാണണം. പക്ഷേ എന്താ കാര്യം നമ്മൾ കറക്റ്റായിട്ട് പറയുന്നില്ല. ഇവരെ മന്ദബുദ്ധികളാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ മിനിറ്റ് കഴിയും തോറും മന്ദബുദ്ധികളാക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് പോയേ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ചന്ദ്ര പറയണം, അങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവുന്നത്, സ്കാനിങ് ചെയ്യണ്ടേ, സ്കാൻ ചെയ്തിട്ട് പോയാൽ മതി, എവിടെയാണെങ്കിലും ഇനി സ്കാൻ ചെയ്തിട്ട് നീ പോയാൽ മതി എന്നിങ്ങനെ ചന്ദ്ര പറയാ. ഇല്ല ആൻറ്റി എനിക്ക് പോകണം, ആൻറ്റി മാറിയുന്നുണ്ടേ. അപ്പോൾ സച്ചി ആണെങ്കിൽ ശ്രുതിയെ തടയുകയാണ്, അവിടെ നിൽക്ക് പൗഡർ എടുത്ത് സ്കാൻ ചെയ്തിട്ട് പോയാമെന്ന് പറഞ്ഞില്ലേ. സച്ചി എന്താ സച്ചി കാണിക്കുന്നത്, നമ്മൾ സച്ചിയെ പിടിച്ച് ഒറ്റ ഉന്ത്. സച്ചി ആണെങ്കിൽ ഉരുണ്ട് മറിഞ്ഞത് ആ ചേറിൽ പോയി ഒറ്റ വീഴ്ചയാ. ശ്രുതി അവിടെ നിന്ന് ഓട്ടം, ശ്രുതിയുടെ പിന്നാലെ ചന്ദ്രയും ശ്രുതിയും കൂടി ഓട്ടം. അങ്ങനെ ശ്രുതി ആ കാറിൻ്റെ മുന്നിൽ പോയി നിൽക്കുകയാണ്. നിന്ന് കഴിഞ്ഞപ്പോഴേക്ക്, നീ അവിടെ നിന്നേ, നീ എങ്ങോട്ട് ഓടുന്നത്, അയ്യോ ആൻറ്റി എനിക്ക് പോകണം ആൻറ്റി, എൻ്റെ ഫോണിൽ വന്ന മെസ്സേജ് കണ്ടോ ആൻറ്റി, എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പോകണം എന്ന് പറഞ്ഞ് തീരേണ്ട താമസം നമ്മുടെ ചന്ദ്ര ശ്രുതിയുടെ കാരണം നോക്കിയിട്ട് പടക്കെന്ന് പറഞ്ഞു അറ്റ പൊട്ടിയിലാണ്. വേദന കൊണ്ട് പൊളഞ്ഞ ശ്രുതി കാരണവും പൊത്തി ചന്ദ്രയെ ഒന്ന് നോക്കുകയാണ്. എന്തിനാ ആൻറ്റി എന്തിനാ എന്നെ അടിച്ചത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്ര പറയാണ്, നീ എന്താ വിചാരിച്ചത്, ഞങ്ങൾ പൊട്ടന്മാരാണെന്നോ,
വീട്ടിലുള്ള എല്ലാവരെയും നീ മണ്ടന്മാരാക്കാന്നാണോടി നീ വിചാരിച്ചത്? അപ്പോൾ ശ്രുതിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, എന്താ അമ്മേ, എന്താ കാര്യം, എന്തിനാണ് ശ്രുതിയെ പിടിച്ചടിച്ചത്? അവൾ അങ്ങനെ അടിക്കാൻ പാടുണ്ടോ? അവൾ പ്രഗ്നൻ്റ് അല്ലേ? എടാ പൊട്ടൻ ശ്രുതി, നിനക്കിപ്പോഴും മനസ്സിലായില്ലേ? അവള് പ്രഗ്നൻറ്റും അല്ല, ഒന്നുമല്ല. അല്ലേ? എന്തൊക്കെയാ അമ്മേ പറയുന്നത്? അതിനു വേണ്ടിയല്ലേ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്? ഡോക്ടർ സ്കാൻ ചെയ്യാനൊക്കെ പറഞ്ഞിരിക്കുകയല്ലേ? അവൾ തന്നെയല്ലേ, അവളെ കൂട്ടിക്കൊണ്ടുവരാനല്ലേ നമ്മൾ അങ്ങോട്ട് പോയത്? അതെ, അതെല്ലാം സത്യം തന്നെയാണ്. പക്ഷേ ഇവളുടെ കള്ളത്തരം ഞാൻ പണ്ടേ കണ്ടുപിടിച്ചു. ഇവള് പറയുന്നത് മുഴുവനും പച്ചക്കള്ളമാണെന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ് എൻ്റെ ശ്രുതിയെ. നീ അതൊന്നും മനസ്സിലാക്കാനായിട്ട് നിനക്ക് വിവരമില്ലേ? ഇവള് ഗർഭിണിയല്ല. ഇവള് ഗർഭിണിയാണെന്ന് അഭിനയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നുള്ള ധാരണ ഇവൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവൾ ഇങ്ങനൊരു കളി കളിച്ചത്. പൊന്നുമോനെ, സച്ചിയോട് വണ്ടി എടുക്കാൻ പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. അല്ലേടാ സച്ചി? അതെ, അമ്മ പറഞ്ഞിട്ട് തന്നെയാ. അമ്മ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞായിരുന്നു. പൗഡറേട്ടത്തിയെ മീരയുടെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ട് നേരെ വീട്ടിലേക്കല്ല വരേണ്ടത്, നേരെ ഹോസ്പിറ്റലിലേക്ക് വിടണമെന്ന്. അതുകൊണ്ട് തന്നെയാണ് എന്നെ കൂട്ടിക്കൊണ്ട് വന്നതും അമ്മ. പ്ലാനുകളെല്ലാം എന്നോട് പറഞ്ഞായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെ വന്ന ഉടനെ തന്നെ പൗഡറേട്ടത്തിയുടെ തനി ഗുണം മനസ്സിലായില്ലേ? ആദ്യം കാറിൽ നിന്ന് ഇറങ്ങാൻ മടി, പിന്നെ സ്ട്രെച്ചറിലിരിക്കാൻ മടി, ഡോക്ടറെ കാണുമ്പോൾ ഭയങ്കര വെപ്രാളം. ഇവർ വാ തുറന്ന കള്ളത്തരങ്ങൾ മാത്രമേ പറയുള്ളൂ. അതിപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അമ്മ എന്നോട് നേരത്തെ ഈ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തത്. പറയടി, നീ ഗർഭിണിയാണോ? പറയടി. സത്യങ്ങളെല്ലാം ഞാൻ തിരിച്ചറിഞ്ഞതാ. നീ അടുത്ത അടവും കൊണ്ട് നീ ഓടാനുള്ള ശ്രമത്തിലായിരുന്നല്ലേ? പക്ഷേ മോളെ, നടക്കില്ല മോളെ. മോളെ ഇനി ഒരു വേഷം കിട്ടും ഈ ചന്ദ്രനെടുത്ത് ചിലവാകില്ല മോളെ. ഇത് കേട്ട ശ്രുതിയാണെങ്കിൽ, ആൻറ്റി എന്നോട് ക്ഷമിക്കണം ആൻറ്റി. വീണ്ടും ആ ക്ഷമാപരണമാണ്. എന്നോട് ക്ഷമിക്കണം ആൻറ്റി, ഞാൻ വീട്ടിലേക്ക് കയറാൻ വേണ്ടിയാണ് ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞത് എന്ന് ശ്രുതി പറയുകയാണ്. ഇത് കേട്ട നമ്മുടെ ശ്രുതിയുമാകെ ഞെട്ടിപ്പോകണം. ശ്രുതിയാണെങ്കിൽ ഭയങ്കരമായിട്ടും പ്രണയിച്ച് തുടങ്ങിയതാ ശ്രുതിയെ. അതിനു മുമ്പ് തന്നെ ദേ ഇങ്ങനൊരു അലുക്കുലത്തുണ്ടായി. അങ്ങനെ എടാ ശ്രുതി, നീ കേട്ടല്ലോ, ഇപ്പം ഇവളുടെ സംസാരം കേട്ടല്ലോ, ഇവള് ഗർഭിണിയല്ലെന്ന് നിനക്ക് മനസ്സിലായല്ലോ. ഇനി എന്താണ് വേണ്ടത്? നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞല്ലേ അവളുടെ വാക്ക് വിശ്വസിക്കാനായിട്ട് പാടില്ലെന്ന്. എന്നിട്ട് നിനക്ക് അമ്മയേക്കാളും വലുതായിരുന്നു ഇവള് ഗർഭിണിയാണ്, അവളങ്ങനെ കള്ളത്തരം പറയില്ല എന്നും പറഞ്ഞുകൊണ്ട് നീ എന്നോട് തർക്കിച്ചില്ലേ? പാതിരാത്രി നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ നോക്കിയില്ലേ ശ്രുതി? ഇപ്പം എന്തായി? ഞാൻ പറഞ്ഞു തന്നെ സത്യമായില്ലേ? ശ്രുതി, ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി നീയും ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. നിനക്ക് നിൻ്റെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി. ഇനി ഞങ്ങളുടെ പിന്നാലെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വരരുത്. ഇനി എന്ത് പറഞ്ഞാലും ഞങ്ങളത് വിശ്വസിക്കാനായിട്ട് പോകുന്നില്ല. ഇനി നിനക്ക് പെരുവഴി തന്നെയാണ് ശ്രുതി. നിന്നോട് ക്ഷമിക്കാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ നീ വീണ്ടും കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നല്ലേ? നടക്കില്ലത്. അപ്പോഴേക്കും ശ്രുതി കിടന്ന് കരയാനായിട്ട് തുടങ്ങി. ശ്രുതിയാണെങ്കിൽ ശ്രുതിയുടെ കാല് പിടിക്കുകയാണ്. ശ്രുതി ക്ഷമിക്കണം ശ്രുതി, എനിക്ക് ശ്രുതിയോട് ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ശ്രുതി ഈ പ്രാവശ്യത്തേക്ക് ക്ഷമിക്ക് ശ്രുതി എന്ന് പറയാണ്. പക്ഷെ അപ്പോഴേക്കും ചന്ദ്ര പറയാണ് അവളെ താലി വലിച്ചെറിഞ്ഞ് പൊട്ടിക്കാനായിട്ട്. ഇത് കേട്ട ശ്രുതിയാണെങ്കിൽ പിന്നീട് ഒന്നും ആലോചിച്ചില്ല. അവളെ കഴുത്തി കിടന്നേച്ച താലി വലിച്ച് മുറിച്ചങ്ങോട്ട് പൊട്ടിക്കുകയാണ്. അങ്ങനെയും പൊട്ടിച്ചെടുത്തിട്ട് നേരെ ശ്രുതിയാണെങ്കിൽ അവളുടെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയാണ്. ഇനി മേലാൽ എൻ്റെ പിന്നാലെ വന്നു പോകരുത്. നിന്നെ ഒന്ന് ഞാൻ സ്നേഹിച്ച് തുടങ്ങിയതാ, അപ്പോഴേക്കും നീ വീണ്ടും മറ്റൊരു കള്ളത്തരവുമായിട്ട് വന്നിരിക്കുന്നതല്ലേ? ഇനി നിന്നെ കുടിച്ച വെള്ളത്തിൽ ഞങ്ങൾ വിശ്വസിക്കില്ല. ഇനി നിനക്ക് നിൻ്റെ വഴി എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയും അതേപോലെ തന്നെ ചന്ദ്രയും ശ്രുതിയും കൂടി കാറി കയറി പോവുകയാണ്. ആ പെരുവഴിയിൽ നിന്നിട്ട് നമ്മുടെ ശ്രുതിക്ക് കരയാൻ മാത്രമേ വിധിയുണ്ടായിരുന്നുള്ളൂ. വീണ്ടും കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ശ്രുതിക്ക് ഇനി വരാൻ പോകുന്നതും ഇതിലപ്പുറം വരവ് തന്നെയായിരിക്കും. ഇനി ഇവരൊക്കെ അറിയാൻ പോകുന്നത് ശ്രുതി ഒരു കുഞ്ഞിൻ്റെ അമ്മയാണെന്ന കാര്യമാണ്. അതൊക്കെ അറിയാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു അഗൈൻ. ബൈ.